അമ്പലത്തിലെയും പള്ളിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും കാര്യത്തിൽ ബാങ്ക് രേഖകളില്ല. അതിലേക്കും പോകണം, അതിലേക്കും പോകട്ടെ. അതിനു മുമ്പ് അരുൺ, ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയെക്കുറിച്ച് താങ്കൾ വാചാലനാകുമ്പോൾ ഒരു മിനിറ്റ് എന്റെ ചോദ്യത്തിനൊന്ന് ഉത്തരം നൽകൂ. ഒറ്റ മിനിറ്റ്, ഞാൻ ചോദ്യം പൂർത്തിയാക്കട്ടെ അരുൺ. ഇല്ല, താങ്കൾക്ക് രണ്ടിനും കൂടി ഉത്തരം നൽകാനേ. എന്റെ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ അരുൺ, ഇത്ര അക്ഷമനാകാതിരിക്കൂ. അല്ല, താങ്കളുടെ ഒരു കണ്ടുപിടുത്തം എന്നല്ലോ. അല്ലല്ല, നിക്ക് അക്ഷമനല്ല. താങ്കൾ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി. ആ കണ്ടുപിടുത്തം ജനം അറിയണം. എന്ത്? ഇതിനൊന്നും ബാങ്ക് രേഖയില്ല എന്ന്. ശ്രീ ഇന്ന് തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണം വാങ്ങിച്ചിരുന്നു, എത്രയെന്ന് ഞാൻ ഓർക്കുന്നില്ല. അയ്യോ, ബാങ്ക് രേഖ ഇല്ലാത്തതുകൊണ്ട് താങ്കൾ അത് സ്വീകരിക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ സംഭാവനയ്ക്ക് നിങ്ങൾക്ക് ബാങ്ക് രേഖയുണ്ടോ? CPM-ന് സംഭാവന കിട്ടുന്നതിനൊക്കെ ബാങ്ക് രേഖയാണോ? അഡ്വക്കേറ്റ് അരുൺകുമാർ, അത് അന്വേഷിക്കട്ടെ. ആരും പറഞ്ഞിട്ടില്ല. PV മോസിയും ഒക്കെ അന്വേഷിക്കട്ടെ. അന്വേഷിക്കാൻ വരട്ടെ അരുൺ. ഞാൻ ഒന്ന് ചോദ്യം പൂർത്തിയാക്കട്ടെ. ദയവ് ചെയ്ത് അരുൺ ഒരു മിനിറ്റ്. അരുൺ, ഇവിടെ ആർക്കും പൊള്ളിയിട്ടൊന്നുമില്ല, എല്ലാവർക്കും ഒരുമിച്ച് പൊള്ളിക്കോട്ടെ. അല്ലല്ല, ഒരു മിനിറ്റ് അരുൺ, ഒന്ന് ചോദ്യം പൂർത്തിയാക്കട്ടെ. ഇത് ജനം തിരിച്ചറിയും. ജനമെല്ലാം തിരിച്ചറിയട്ടെ. ഉത്തരം പറയാൻ അവസരം. ശരി അരുൺ, ഒരു മിനിറ്റ്. എല്ലാം അന്വേഷിക്കട്ടെ. താങ്കൾ ഈ പറയുന്ന PV-യും OC-യും RC-യും ഒക്കെ അന്വേഷിക്കട്ടെന്നേ, എല്ലാം അന്വേഷിക്കട്ടെ. പക്ഷേ ഇപ്പോൾ നിലവിൽ അന്വേഷണം ബാങ്ക് രേഖകളിൽ നടന്നിരിക്കുന്ന ഈ ക്രയവിക്രയത്തിന്റെ കാര്യമാണല്ലോ. ഇനി താങ്കൾ ഈ പറയുന്ന വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് താങ്കൾ വിശദമായി തന്നെ പറഞ്ഞു. ശരി, ഇപ്പോൾ SFIO അന്വേഷണത്തിനെതിരെ ഇപ്പോൾ രണ്ട് ഹൈക്കോടതികളിൽ നിന്ന് സ്റ്റേ ഇല്ല എന്ന തീരുമാനത്തിനെതിരെ എന്തുകൊണ്ടാണ് വീണ തൈക്കണ്ടി എന്ന ആരോപണ വിധേയ സുപ്രീം കോടതിയിലേക്ക് പോകാതിരുന്നത്? എന്താണ് പോകാതിരുന്നത്? സുപ്രീം കോടതി ഉണ്ടല്ലോ, എന്താ പോവാഞ്ഞത്? ഒറ്റ കാര്യം, അതായത് 135 കോടി രൂപയുടെ ഈ പണമിടപാട് അന്വേഷിക്കേണ്ടതില്ല. അതിന് ബാങ്ക് രേഖയില്ല. ഞങ്ങൾ പണം കൈപ്പറ്റി എന്ന് പറയുന്ന ചെന്നിത്തലയും, ഞങ്ങൾ പണം കൈപ്പറ്റി എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയും, ഞങ്ങൾ പണം കൈപ്പറ്റി എന്ന് പറയുന്ന എബ്രാഹിം കുട്ടിയും അവർ സമ്മതിച്ചാൽ പോലും അത് അന്വേഷിക്കേണ്ടതില്ല എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ, അത് ജനം തിരിച്ചറിഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ 2.72 കോടിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, കരാറുണ്ട്, GST അടച്ചിട്ടുണ്ട്, ആദായ നികുതി വകുപ്പ് അടച്ചിട്ടുണ്ട്, അതിന് ഓഡിറ്റിംഗ് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും അന്വേഷിച്ചോട്ടെ. അന്വേഷിച്ചതിൽ കൃത്യമായ മറുപടി ഇല്ല എന്നാണല്ലോ SFIO കുറ്റപത്രം എങ്ങനെയാണ് നൽകിയിരിക്കുന്നത്? ഈ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നില്ലേ അഡ്വക്കേറ്റ് അരുൺകുമാർ? വീണ തൈക്കണ്ടിയെ വിളിക്കുകയും വീണ തൈക്കണ്ടിയുടെ മൊഴിയെടുക്കുകയും 2 ഓഫീസുകളിലും റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. റെയ്ഡിന് ശേഷം ഈ KSIDC-യുടെ റെയ്ഡും ഉണ്ടായിരുന്നു, CMR-ലും റെയ്ഡ് ഉണ്ടായിരുന്നു, വീണ തൈക്കണ്ടിയിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടല്ലേ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്? ഒരു നടപടിക്രമമാണല്ലോ. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നടക്കും. കമ്പനി കാര്യ വകുപ്പ്, അവർ അനുവാദം കൊടുക്കുന്ന കമ്പനി, അവർ ലൈസൻസ് കൊടുക്കുന്ന കമ്പനി, അവർ അനുവാദം കൊടുക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അവർക്ക് BJP നേതാവിന്റെ പരാതി, ആ പരാതിയുടെ ഭാഗമായി അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യം താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവിന്റെ കണ്ടൻഷൻ ഒരിക്കലും മറ്റൊരു ഏജൻസി അന്വേഷിക്കാൻ പാടില്ല. അതവിടെ തീർന്നു, അത് സെറ്റിൽ ചെയ്ത് തീർന്നു. എന്നിട്ടും അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധന, രേഖകൾ കളക്ട് ചെയ്യലൊക്കെ നടക്കും. ഇൻവെസ്റ്റിഗേഷൻ ആരാ നടത്തണേ? കേന്ദ്രമല്ലേ, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ? അതിലാണ് ആ ഉത്തരവിൽ പറയുന്നത് 135 കോടിയുടെ തിരിമറിയിൽ അപ്പുറമുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷണമാകാം എന്ന് കൂടി പറയുന്നത്. അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇത് പൊതുജനങ്ങൾക്ക് കൂടി താല്പര്യമുള്ള വിഷയമാണ്, 2 കമ്പനികളുടെ വിഷയമല്ല എന്നിപ്പോൾ ഷോൺ ജോർജ് വിശദീകരിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ടോ? KSIDC ഇൻവോൾവ് ആണ്, KSIDCക്ക് ഷെയർ ഉണ്ട്. അതായത് ഒരു കംപ്ലൈന്റ്, അതോടൊപ്പം ഈ പറയുന്ന ഷോണിനും ഷെയർ ഉണ്ട്. ഷോണിന് പരാതി കൊടുക്കാം സ്വാഭാവികമായിട്ടും. ഇനി ഇടപെടരുത് കേട്ടോ. ഇനി ഇടപെട്ടാൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോവാം. കാരണം എനിക്ക് ഇത്രയും പ്രഷർ പിടിക്കാൻ പറ്റില്ല. കാരണം അങ്ങേ മനസ്സിലാക്കിപ്പിക്കാൻ ഈ ലോകത്ത് ആര് വിചാരിച്ചാലും സാധിക്കില്ല. കാരണം ഇത്രയും സ്ഫുടമായി, ഇത്രയും ലളിതമായി പറഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കേന്ദ്രം തന്നെ ഈ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ കളി, ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവർ ഏത് അന്വേഷണം നടത്തിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി പറഞ്ഞിരിക്കുന്നു ഇതിലൊന്നുമില്ല. എന്താ പറഞ്ഞേ? അന്വേഷണം നടത്താൻ പോലും യോഗ്യമായിട്ടുള്ള കേസല്ലെന്ന് പറഞ്ഞ് തള്ളിയിരിക്കുന്നു.
അവിടെ ശ്രീ മാത്യു കുഴൽനാടോട് ചോദിച്ചല്ലോ ഏതെങ്കിലും രേഖ എന്തെങ്കിലും ഉണ്ടോ? അവസാനം എന്താ പറഞ്ഞേ? ഭാവിയിൽ എന്തെങ്കിലും രേഖ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അന്നേരം വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്നതാണ്. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് വീണ സുപ്രീം കോടതിയിൽ പോയില്ലാന്ന്. ഞങ്ങൾ അങ്ങനെ പോകുന്നൊന്നുമില്ല. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോൾ ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പൊ പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ഇവിടെ മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിച്ചാൽ മതി. കൃത്യമായി ഏതെങ്കിലും എന്തായാലും ബാങ്ക് വഴി നടന്ന ട്രാൻസാക്ഷൻ, കരാറ്, ടാക്സ്, അതുപോലെ GST, അതുപോലെ ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഇതുണ്ടല്ലോ. ഇതല്ലേ ഉള്ളൂ. ഇതിൽ ആർക്കെങ്കിലും ഇല്ലീഗൽ ഗെയിനോ ഇല്ലീഗൽ ലോസോ ഉണ്ടോ? കണ്ടുപിടിച്ചോട്ടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ത് കണ്ടുപിടിച്ചാലും അത് കോടതിയിൽ തെളിയിക്കണ്ടേ? അത് തെളിയിക്കാൻ കഴിയില്ലെന്നും ഒരു പരാതിക്കാര് പോലും ഇല്ല എന്നും ഇപ്പൊ ഇതുപോലെ പല പരാതിക്കാര് രാഷ്ട്രീയം മാറി BJPയുടെ ഭാഗമായിട്ട് വരും. ഇതൊക്കെ എത്ര കണ്ടു? ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുള്ള പരാതി 41.6 കോടി ഉണ്ടായിരുന്നപ്പോൾ ആ പരാതി പോലും നിലനിൽക്കില്ലെന്ന് പറഞ്ഞ EDയും മറ്റ് ഏജൻസിയും എല്ലാം കാണുമ്പോൾ ഇത് രാഷ്ട്രീയ കളിയാണ്. ആ രാഷ്ട്രീയ കളിയെ ഷോൺ അതിനുകൂടി മറുപടി പറയാൻ താങ്കൾ ഇപ്പോൾ BJPയുടെ പ്രതിനിധി കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിൽ രാഷ്ട്രീയ അജണ്ട സംശയിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടത്തിൽ ഇത് ശരിയാണ്, കേന്ദ്ര ഏജൻസികൾ ആ ഘട്ടങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെയും സ്വർണ്ണക്കടത്ത് കേസ് പറഞ്ഞുകൊണ്ട് ഇവിടെ ED വന്ന കാര്യം അറിയാമല്ലോ. എന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന് BJP നേതാക്കളോട് ചോദിക്കുമ്പോൾ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ചില സമയങ്ങൾ മുറുക്കും, പിന്നെ ഒന്ന് അയക്കും, മുറുക്കും അയക്കും. ഇതാണ് രീതി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.